24 ഇംപാക്ട് മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടി വാഹനം ഓടിച്ചതിൽ നടപടി. വാഹനത്തിന്റെ RC ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വാഹന ഉടമയ്ക്ക് 5000 രൂപയും വാഹനം ഓടിച്ച കുട്ടിക്ക് 5000 രൂപയും വാഹനം നൽകിയ ആൾക്ക് 25,000 രൂപയും പിഴ ചുമത്തി. ജയിൽ ശിക്ഷയും അനുഭവിക്കണം. മഞ്ചേരി കിടങ്ങഴി പുല്ലൂർ സ്വദേശിയായ 12 വയസ്സുകാരനാണ് വാഹനം ഓടിച്ചത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ചെറിയ കുട്ടി വാഹനം ഓടിക്കുന്നു, അതേപോലെ തന്നെ പിന്നിലിരിക്കുന്ന മുതിർന്നയാൾ സിഗരറ്റ് വലിക്കുന്നു. അങ്ങനെ അടിമുടി ഹെൽമറ്റ് ധരിച്ചിട്ടില്ല രണ്ടുപേരും. അടിമുടി നിയമലംഘനത്തിന്റെ വാർത്ത നമ്മൾ കൊടുക്കുന്നു. ഇപ്പോഴതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിത് ശനിയാഴ്ചയായിരുന്നു ഈ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത്. മലപ്പുറം കിടങ്ങഴി പുല്ലൂരിലാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. 24ന്റെ ഒരു പ്രേക്ഷകനാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവർ സഞ്ചരിക്കുന്നതിന് മുൻപിലായിട്ടാണ് ഈ കുട്ടിയെ വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് ഈ പിതാവ് പുറകിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ദൃശ്യം നമ്മൾ സ്ക്രീനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ RC ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ നിലവിൽ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹന ഉടമക്ക് 5000 രൂപ ഫൈൻ, വാഹനം ഓടിച്ച കുട്ടിക്ക് 5000 രൂപ ഫൈന്, വാഹനം നൽകിയ ആൾക്ക് 25,000 രൂപ ഫൈൻ, അങ്ങനെ ആകെ 35,000 രൂപ ഫൈൻ ഇനത്തിൽ ഇദ്ദേഹത്തിന് വരും. അതോടൊപ്പം തന്നെ ഈ കേസ് കോടതിയിലേക്ക് പോകും. ആ ഘട്ടത്തിൽ കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജുവനൽ ആക്ട് പ്രകാരമാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ വാഹനം കണ്ടുപിടിക്കാൻ, അതായത് ഇപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടായത്. ഈ നടപടി വൈകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പിതാവ് 2 മാസം മുൻപാണ് തൃശൂർ സ്വദേശിയിൽ നിന്നും ഈ വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വാഹനം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർ ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ വാഹനം കണ്ടുപിടിക്കുകയും ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ നടപടികളൊക്കെ തന്നെ പറഞ്ഞു നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതൊരു താക്കീതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് തന്നെ പല കോടതികളും ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ.